വിശദമായി തന്നെ കടക്കുമ്പോൾ CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ സമ്മേളന കാലയളവിൽ CPM നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. CPM-ന് തലവേദനയായി പരിഹരിക്കാനാവാത്ത പ്രാദേശിക വിഭാഗീയ പ്രശ്നങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആശയതർക്കങ്ങളല്ല, മറിച്ച് അധികാരം പിടിക്കലാണ് വിഭാഗീയതയുടെ അടിസ്ഥാനമെന്നത് പാർട്ടിക്കും ഒപ്പം തന്നെ സർക്കാരിനും നാണക്കേടാവുകയാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി ബി കൃഷ്ണകുമാർ സെക്രട്ടറി ചുമതലയും ലോക്കൽ കമ്മിറ്റി അംഗത്വവും ഒഴിയുന്നതായി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പോസ്റ്റിട്ടു. കൊല്ലത്തിനും പാലക്കാടിനും പിന്നാലെ പത്തനംതിട്ടയിലേക്കും തർക്കം മുറുകുകയാണ്. പത്തനംതിട്ടയിൽ തിരുവല്ല ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ പ്രവർത്തിച്ചു എന്ന പരാമർശമാണ് വിവാദത്തിന് ഇടവച്ചിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെയാണ് പേര് പരാമർശിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പരാമർശം ഉള്ളത്. വലിയ വിവാദങ്ങൾക്ക് പത്തനംതിട്ടയിലും ഇടവയ്ക്കുകയാണ് എന്നതാണ് സാഹചര്യം. സംസ്ഥാന നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ പലയിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നതിന് പുറമെ ശക്തമായ ഇടപെടൽ സംസ്ഥാന നേതൃത്വം നടത്തി. കൊഴിഞ്ഞാമ്പാറയിലും വലിയ വിമത നീക്കമാണ് ഇപ്പോഴും നടക്കുന്നത്. അവിടെ നേതൃത്വത്തിന്റെ ഇടപെടൽ ഫലം കണ്ടിട്ടില്ല. പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴും മറ്റൊരു രൂപത്തിലാണ് CPM-ലെ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്. സമ്മേളന കാലയളവിൽ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുമെങ്കിൽ കൂടിയും അത് പുതിയ രൂപത്തിലേക്ക് CPM-ലേക്ക് കൂടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കിരൺ ബാബു ചേരുന്നു. കിരൺ സൂചിപ്പിക്കുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ൽ ആശയപരമായ തർക്കത്തിനപ്പുറം കമ്മിറ്റികൾ പിടിക്കുക അത് അധികാരത്തിന് വേണ്ടിയുള്ള നീക്കമായി മാറുന്നു. പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായ ആശയം നീക്കങ്ങൾ കൂടിയായി മാറുന്നു എന്നതാണ് കണ്ടത്. കരുനാഗപ്പള്ളിയിൽ അടക്കം അത്തരം നീക്കങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലേക്കും എത്തുകയാണ്. ഇത് CPM-ൽ പതിവുള്ളതാണോ? എങ്ങനെയാണ് നേതൃത്വം ഈ വിഷയങ്ങളെ സമീപിക്കാൻ പോകുന്നത്? സജിത്ത്, CPM-ൽ വിഭാഗീയമായ തർക്കങ്ങളും സമ്മേളനങ്ങളിൽ ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് പതിവുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ അത് അതിരൂക്ഷമായിരുന്നു. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്ന കാലത്തും അതിനു മുമ്പ് CITU VS ഗ്രൂപ്പുകൾ തിരിഞ്ഞു നിന്ന കാലത്തുമൊക്കെ ഇത്തരം തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ നേതാക്കളുടെ പേരിലുള്ള അത്തരം ഗ്രൂപ്പുകളും അത്തരം ആശയങ്ങളുടെ പേരിലൊക്കെയുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല നയങ്ങളുടെ പേരിലൊക്കെ ആയിരുന്നു അന്ന് തർക്കങ്ങൾക്ക് അടിസ്ഥാനമായി നിന്നത്. അതിനപ്പുറത്തേക്ക് അധികാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്തരം പറയാൻ ആശയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി അത്തരം വിഭാഗീയതയെല്ലാം പൂർണ്ണമായും സംസ്ഥാനത്തെ പാർട്ടിയിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ കേന്ദ്രീകൃതമായ വിഭാഗീയ പ്രവർത്തനം CPM-ൽ എവിടെയും ഇപ്പോൾ ഇല്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ അതിശക്തമായ വിഭാഗീയ പ്രവർത്തനം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പല നേതാക്കളുടെ പേരിലും അത് പലപ്പോഴും അധികാരം ഏത് പക്ഷത്തിന് പിടിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് അധികാരം കിട്ടുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ ആര് വരുന്നു എന്നതിനെ ചൊല്ലിയുള്ള അധികാര തർക്കങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി നയവുമായോ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന മറ്റേതെങ്കിലും തീരുമാനങ്ങളുമായോ ബന്ധപ്പെട്ടതല്ല. വ്യക്തി കേന്ദ്രീകൃതമായ ഇത്തരം ഗ്രൂപ്പ് തർക്കങ്ങളാണ് പ്രധാനമായും പ്രാദേശിക തലത്തിലെല്ലാം നടക്കുന്നത്. ഇത് കരുനാഗപ്പള്ളിയിലും കൊല്ലം ജില്ല സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം അരളേണ്ട ജില്ല കൂടിയാണ് കൊല്ലം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളി. വർഷങ്ങൾ മുമ്പും സമാനമായ രീതിയിലേക്കുള്ള വലിയ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഏരിയ കമ്മിറ്റിയിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ട VB ചെറിയാനൊപ്പം ചേർന്ന് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത വലിയ തർക്കങ്ങളിലൂടെ കടന്നുപോയ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളി. അവിടെയാണ് ഇപ്പോൾ വീണ്ടും തർക്കങ്ങൾ നടക്കുന്നത്. മഹാഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. നേരത്തെ തന്നെ അവിടെ കുലശേഖരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ജില്ലാ സെക്രട്ടറി സുദേവനോടക്കം ആവശ്യപ്പെട്ടിരുന്നു, കമ്മിറ്റിയിലടക്കം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു കത്തും കൈമാറിയിരുന്നു, തന്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം, ഇത്തരം നേതാക്കൾ തമ്മിലടിയിൽ താൻ എനിക്ക് നിൽക്കാനില്ല. മുൻപ് സർക്കാർ ഉദ്യോഗസ്ഥനായ NGO യൂണിയന്റെ അടക്കം നേതാവായിരുന്ന സഖാവ് കൂടിയാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ആ കൃഷ്ണകുമാറാണ് ഇപ്പോൾ പാർട്ടിയുടെ അംഗത്വം മാത്രം നിലനിർത്തിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒഴിയുന്നതായി സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി ഗ്രൂപ്പുകളിലടക്കം അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് ഒരു കുറിപ്പ് ഇടുകയല്ല, ക്രിക്കറ്റിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ക്രിക്കറ്റിൽ എതിരാളികളെ വീഴ്ത്താൻ വേണ്ടി ബൗളർമാർ സ്റ്റമ്പിന് നേരെ ബോൾ എറിയാതെ ബാറ്റ്സ്മാന് നേരെ നിരന്തരമായി ബോൾ എറിഞ്ഞുകൊണ്ട് അവരുടെ ശരീരത്തെ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം നടത്തും. അത്തരം ശ്രമങ്ങളൊക്കെയാണ് പാർട്ടിയിൽ നടക്കുന്നത്. അതുകൊണ്ട് താൻ അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. 2020 നവംബർ 14 തുടങ്ങിയ എന്റെ ഇന്നിംഗ്സ് 2024 നവംബർ 30 അവസാനിക്കുന്നതായി ഡിക്ലെയർ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ഇനി കാവിലെ അടുത്ത പാട്ടുത്സവത്തിന് കാണേണ്ട, കഴിഞ്ഞ 4 വർഷത്തിലേറെയായി ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട് പ്രോത്സാഹിപ്പിച്ചവർക്കും കൈയടിച്ച് രസിപ്പിച്ചവർക്കുമുള്ള സമിതിയുടെ നന്ദിയും കടപ്പാടും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. കയ്യടിയിൽ ആത്മരതി മൂർച്ച ഇപ്പോൾ അനുഭവിക്കുന്നവർക്കും സ്തുതി, ശുഭരാത്രി എന്നാണ് നാളത്തെ
സുപ്രഭാതം, ലോകത്തിന് നന്മ വരട്ടെ, സഖാക്കളെ മുന്നോട്ട്, ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതിരൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുകയാണ് കരുനാഗപ്പള്ളി നിലവിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുമ്പോഴും അതിലെ ലോക്കൽ സമ്മേളനം നടത്താതെ കുലശേഖരം സൗത്തിന്റെ സെക്രട്ടറിയായി നിലനിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ കൂടിയാണ്. ഈ സ്ഥാനത്തേക്ക് ഞാനില്ല, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് അടക്കം സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നത്. ആ തരത്തിൽ വിഭാഗീയത ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാതെ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിലും സമാനമായ അവസ്ഥ തന്നെയാണ്. തോമസ് ഐസക്കിനെ പോലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ദേശീയ തലത്തിലടക്കം നിൽക്കുന്ന ഒരു നേതാവ് പത്തനംതിട്ടയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി മത്സരം നടത്തുമ്പോൾ അവിടെ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും മഹിളാ അസോസിയേഷന്റെ ഒരു നേതാവുമടക്കം തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചുവെന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ അങ്ങനെ ഒരു ഭാഗം ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് കൂടി CPM കിടക്കുകയാണ്. ഇങ്ങനെ പ്രാദേശിക തലത്തിൽ പല സ്ഥലങ്ങളിലും കൊഴിഞ്ഞാമ്പാറയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ബദൽ സംസ്ഥാന ലോക്കൽ സമ്മേളനം നടത്തുന്നു. അവർ ബദൽ പാർട്ടി ഓഫീസിൽ രൂപീകരിക്കുന്നു. അവർ ചേർന്ന് അവിടെ കമ്മിറ്റികൾ കൂടുന്നു. അത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ CPMന്റെ സംസ്ഥാന നേതൃത്വം സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ളത് ഇത്തരം വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നത് ഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും കഴിഞ്ഞ ശേഷമാണ്. പക്ഷേ കരുനാഗപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഭൂരിപക്ഷം ലോക്കൽ സമ്മേളനങ്ങളും നടന്നിട്ടില്ല. പല ലോക്കൽ സമ്മേളനങ്ങളും ഒന്നിലേറെ തവണ ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ് നിൽക്കുന്നത്.